ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 250 ഗ്രാമിൻ്റെ അളവിലുള്ള ബട്ടർ ഇവിടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പനീറെല്ലാം നമ്മൾ കറി വെക്കുമ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ പനീർ പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പനീർ ഇവിടെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേ ഈ ബട്ടർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്ക, പിന്നെ കരയാമ്പൂ, ബേ ലീവ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് അധികം മൂക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു റോസ് സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് വിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം 2 തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 10 കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പനീർ ബട്ടർ മസാലയിൽ കാഷ്യൂ നട്ട് കൂടെ അരച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. സാധാരണ എല്ലാവരും കാഷ്യൂ സെപ്പറേറ്റ് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഈ ഒരു ആവിയിലിട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഇതിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇതേ ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു ബട്ടറിലിട്ടിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം ഈ നമ്മുടെ അരപ്പുണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ബാക്കി നമുക്ക് മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കറി തിളച്ച് വന്ന് തുടങ്ങിയാൽ നമുക്കിതിലോട്ട് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പനീർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കറിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളിതിലോട്ട് കാഷ്യൂ കൂടെ അരച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കുറുക്കമായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു കറിയാകുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ചോറിൻ്റെയും റൊട്ടിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി വെജ് കറി തന്നെയാണ് കേട്ടോ. ബട്ടർ ചിക്കൻ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് പനീർ കറി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.